യേശുവേ നീ മതി എൻ്റെ ഓരോ നേരങ്ങളിൽ, എൻ്റെ ഭാരങ്ങളിൽ എൻ്റെ ആശ്വാസമായി നീ മതി. ജീവനുള്ള കാലമെല്ലാം നിന്നെ ഞാൻ വാഴ്ത്തിടും. ജീവനേ തന്നതായ നിൻ സ്നേഹത്തെ ഓർത്തു ഞാൻ പാടിടും. യേശുവേ നീ മതി എൻ്റെ ഓരോ നേരങ്ങളിൽ. തടാകമായി തീർത്തു എൻ പേർക്കു നീ. പാറയേ തടാകമായി തീർത്തു എൻ പേർക്കു നീ. മാറയേ മധുരമാ തന്നു നിൻ കൈകളാ. മാറയേ മധുരമായി തന്നു നിൻ കൈകളാ. യേശുവേ നീ മതി എൻ്റെ ഓരോ നേരങ്ങളിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം ആണ് നാം കഴിഞ്ഞ 2-3 പ്രാവശ്യങ്ങളിലായിട്ട് ധ്യാനിച്ച് ചിന്തിച്ചത്. വെളിപ്പാട് പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് വരാൻ പോകുന്ന ഭീകര സംഭവങ്ങളാണ്. വലിയ ക്ഷാമം വരുന്നുവെന്ന്, വലിയ ഭീകര ആക്രമണങ്ങൾ വരുന്നുവെന്ന്, ഭൂകമ്പങ്ങളും വലിയ അനർത്ഥങ്ങൾ വരുമെന്ന്, രക്തസാക്ഷികൾ അനേകർ ഉണ്ടാകത്തക്കവണ്ണം കഠിനമായ പരിശോധനകളും ശോധനകളും നടക്കുമെന്ന്, ഇതെല്ലാമാണ് നാം 6-ാം അധ്യായത്തിൽ കണ്ടത്. ഇത് ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് വരുന്ന ഭയാനകമായ സംഭവങ്ങൾ. ഇന്ന് എതിർ ക്രിസ്തു അക്ഷരികമായി പ്രവർത്തിക്കുന്നില്ലെങ്കിലും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, സാത്താൻ്റെ ആത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനം കൊണ്ട് അനേക അനർത്ഥങ്ങൾ ലോകത്ത് വരുന്നു, ഒരു അത്യായുധങ്ങൾ ലോകത്ത് വരുന്നു. എക്കാലത്ത് ഇതുണ്ടായിട്ടുണ്ട്. അനർത്ഥങ്ങൾ വരുത്തുന്നതെല്ലാം പിശാചാണ്. ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നതും പിശാചാണ്. അപകടം വരുത്തുന്നതും പിശാചാണ്. ഏതെങ്കിലും തരത്തിലുള്ളതായ ദുരിതങ്ങളുണ്ടോ അതെല്ലാറ്റിൻ്റെയും ആദ്യ കാരണം പിശാചാണ്. അവനാണ് എല്ലാം ചെയ്യുന്നത്. കുടുംബത്തിൽ കലക്കം ഉണ്ടാക്കുന്നതും, സഭയിൽ കലക്കം ഉണ്ടാക്കുന്നതും, പള്ളിയിൽ കലക്കം ഉണ്ടാക്കുന്നതും, സമൂഹത്തിൽ കലക്കം ഉണ്ടാക്കുന്നതും എല്ലാം പിശാച് തന്നെയാണ്. അന്ത്യക്രിസ്തുവിൻ്റെ വ്യാപാരമാണ്. അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് വ്യാപരിക്കുന്നത്. അത് എക്കാലത്തുമുണ്ട്. ഈ കാലത്ത് മാത്രമല്ല, പഴയ കാലത്തും അത് ഓരോ സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. ദുഷ്ടനായ പിശാച് ദൈവത്തെ എതിർക്കുന്ന മനോഭാവം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു എതിർമനോഭാവം ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നാം സാത്താൻ ഇടം കൊടുത്തു എന്നാണ്. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലായ ഒരു വിരുദ്ധ മനോഭാവം, അതിനോട് ആ വചനത്തോട് അനുകൂലമല്ലാത്തൊരു മനോഭാവം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പൈശാചികൻ്റെ തന്ത്രമാണ്. വളരെ സൂക്ഷിക്കേണ്ടതാണ്. വചനം കേൾക്കുമ്പോൾ പോലും പലതരത്തിലുള്ളതായ ചിന്താഗതികൾ വരും, പലതരത്തിലുള്ളതായ ചിന്തകൾ വരും. ആ ചിന്തകൾ
നിങ്ങൾ വിശകലനം ചെയ്താൽ അത് എതിർപ്പിൻ്റെ ചിന്തകളാണ്. എതിർപ്പിൻ്റെ ചിന്തകൾ പലർക്കും ഉണ്ട്. ഇത് എങ്ങനെ മാറണമല്ലോ, എന്താ പോംവഴി? വളരെ എളുപ്പമാണ്. എതിരായ ചിന്തകൾ ഒരുപക്ഷെ വചനം പറയുന്നയാൾക്ക് എതിരായിട്ടായിരിക്കും, അല്ലെങ്കിൽ പറയുന്ന വചനത്തിനെതിരായിട്ടായിരിക്കും. എതിരായ ചിന്തകൾ വരുമ്പോൾ നാം മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിൽ ശത്രു പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നതെന്ന്. ഉടനെ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. അതിന് പരിഹാരം വളരെ ലളിതമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുക. യേശു ക്രിസ്തുവിനോട് സ്നേഹം വന്നാൽ എതിർ ചിന്തകളുണ്ട്, വചനത്തോട് എതിർപ്പ് വരില്ല. യേശു ക്രിസ്തുവിനുള്ളതായ സ്നേഹം വരണം. ജീവിതത്തിൻ്റെ ആകത്തുക സ്നേഹമാണല്ലോ. സ്നേഹം, ക്രിസ്തുവിനുള്ളതായ സ്നേഹം. ഈ ഭക്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. ക്രിസ്തുവിനുള്ളതായ ഭക്തി, ക്രിസ്തുവിനുള്ളതായ സ്നേഹം. യേശു ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സ്നേഹം വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? യേശു ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി? യേശു ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു? പലപ്പോഴും നിങ്ങൾക്ക് കഷ്ടത വരുന്നു, ദുരിതം വരുന്നു, അപ്പോഴേ യേശു ക്രിസ്തു എനിക്ക് എന്നെ ഉപകാരം ചെയ്ത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കും. രോഗം വരുന്നു, അത്യാഹിതം വരുന്നു, ആപത്ത് വരുന്നു, അനേകം ക്ലേശങ്ങൾ വരുന്നു, കടത്തിൻ്റെ ബാധ്യത വരുന്നു, വലഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകാവുന്ന ചിന്ത ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ ദൈവം തരുന്നതല്ല കഷ്ടതകൾ ദൈവം അംഗീകരിച്ച് തരുന്നതല്ല, ദൈവം അനുവദിച്ച് തരുന്നതല്ല. എല്ലാം മനുഷ്യൻ നശിപ്പിക്കാനുള്ള പിശാചിൻ്റെ ഉദ്യമമാണ്. ദൈവവും പിശാചും തമ്മിലുള്ളതായ ഒരു യുദ്ധമാണ് വാസ്തവത്തിൽ നടക്കുന്നത്, പോരാട്ടം. ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധക്കളം മനുഷ്യഹൃദയമാണ്, മനുഷ്യജീവിതമാണ്. യുദ്ധം ചെയ്യുന്ന ഈ മനുഷ്യ ജീവിതം. കാരണം പിശാചിനറിയാം, ദൈവത്തെ തോൽപ്പിക്കണമെങ്കിൽ, ദൈവത്തെ വ്യസനിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ അപകടത്തിലാക്കണം. അതാണ് പിശാചിൻ്റെ തന്ത്രം. അതാണ് ദൈവത്തിൻ്റെ മക്കളെ അപകടത്തിലാക്കിയാൽ ദൈവത്തെ തോൽപ്പിക്കാം. ഞാൻ ഒരു പത്രത്തിലൊരു വാർത്ത ഒരിക്കൽ കണ്ടു. ഈ എറണാകുളത്ത് ഒരു ധനാഢ്യനായൊരു മനുഷ്യൻ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് അത് വിൽക്കാനായിട്ട് പരസ്യം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തോട് വൈരാഗ്യമുള്ള അനേകം ആളുകളുണ്ട്. കാരണം ബിസിനസ്മാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ അസൂയുള്ളവരൊക്കെ കാണും. പത്രത്തിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിരാളികളാരോ അറിയിച്ചു, കാറ് ഇവിടെ തൃശ്ശൂരിനടുത്ത് ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ കാറ് നോക്കിയിട്ട് ഓടിച്ച് നോക്കിയിട്ട് വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതൊരു തന്ത്രമായിരുന്നു, വലിയ കൗശലമായിരുന്നു. അദ്ദേഹം കാറ് അദ്ദേഹത്തിന് പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. മോൻ കാറുമായിട്ട് അവിടെ ചെന്നു. ഞങ്ങൾ ഓടിക്കാമെന്ന് പറഞ്ഞു. മോനെ അടുത്തിരുത്തി അവർ ഓടിച്ചു. പിറ്റേ ദിവസം അവൻ്റെ കത്തിക്കരിഞ്ഞ ജഡം അങ്ങ് തൃശ്ശൂരിനപ്പുറം ഒരു തെങ്ങുതോപ്പിനിൽ കിടക്കുന്നത് കണ്ടു. കൊന്നുകളഞ്ഞു. ഈ അപ്പനോടുള്ള വൈരാഗ്യം തീർക്കാൻ മോനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെയുള്ളതായ അപകടങ്ങളൊക്കെ ഉണ്ട്. അപ്പനോടുള്ള വൈരാഗ്യമാണ് തീർക്കുന്നത്. പക്ഷേ മോൻ നിരവധി നിഷ്കളങ്കനാണ്, അവൻ ബിസിനസ്സൊന്നും ചെയ്തതുമല്ല. പക്ഷേ അപ്പനോടുള്ള വൈരാഗ്യം തീർക്കണമെങ്കിൽ മോനെ കൊല്ലണം. അതായിരുന്നു തന്ത്രം. ഇതൊരു ലളിതമായ ഉദാഹരണമാണ്. ഞാൻ ആ സംഭവം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്, ദൈവത്തോടുള്ളതായ പിശാചിൻ്റെ വൈരാഗ്യം തീർക്കാൻ ദൈവമക്കളെ പിടികൂടുക, ദൈവമക്കളെ കൊല്ലുക, ദൈവമക്കളെ ഉപദ്രവിക്കുക. അതുകൊണ്ട് യാതൊരു കഷ്ടതയും ദൈവം തരുന്നതല്ല, യാതൊരു ദുരിതവും ദൈവം തരുന്നതല്ല. ദൈവം സ്നേഹം മാത്രമാണ്. ദൈവത്തിനെ സ്നേഹിക്കാനേ കഴിയൂ. നമുക്ക് വരുന്നതായ ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് കഷ്ടതയല്ല, കഷ്ടതയല്ല. ശിക്ഷ ദൈവത്തിൻ്റെ സാന്നിധ്യം നോക്കും ഇല്ലാതെ പോകുന്നതാണ് ശിക്ഷ. ഏറ്റവും വലിയ ശിക്ഷ അതാണ്. ദൈവത്തിൻ്റെ ശിക്ഷ ദൈവസാന്നിധ്യം നോക്കി ഇല്ലാതെ പോകുന്നു. ദൈവം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നോക്കി നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് ശിക്ഷ. ഇന്ന് അനേകം ആളുകളും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തവരാണ്. ക്രിസ്തുവിൻ്റെ ആ കൃപയുടെ സാന്നിധ്യത്തിൻ്റെ മധുരിമ ഇല്ലാത്തവരാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ വലിയൊരു സന്തോഷമായിരിക്കും. അതില്ലാത്തവരാണ് അനേകം ആളുകളും. അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നണം. സത്യമായിട്ടും ഒരു റിയാലിറ്റി ആയിട്ട് സത്യമായിട്ടും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ സത്യം നാം വിശ്വസിക്കുമ്പോൾ അപ്പോഴാണ് നാം യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക പരിഗണനയിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്പെഷ്യൽ കൺസിഡറേഷൻ,
സ്പെഷ്യൽ കൺസേൺ, ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക പരിരക്ഷണത്തിലാണ് നാം നമുക്ക് മനസ്സിലാകും. നാം യേശുക്രിസ്തുവിനെ നാം സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് നമുക്കതിനെ അറിയണം. എന്താണ് കാരണം? ഞാൻ ഈ ഭൂമിയിൽ പിറന്നു, ഈ ഭൂമിയിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും മകനായി ഞാനിവിടെ ജനിച്ചു, മകളായി ജനിച്ചു. എന്നാൽ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് കടന്നു പോകും. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ ഇന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ ഞാൻ നരകത്തിലേക്ക് പോകും. കാരണം മനുഷ്യനിൽ പാവമുണ്ട്. പാവമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്. ഇരുട്ടുള്ളവന് ഇരുട്ടിലേക്ക് പോകാൻ പറ്റൂ. ദൈവം ഇരുട്ടിലേക്ക് തള്ളിക്കളയുകയല്ല. ശ്രദ്ധിക്കണേ, ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിക്കളയുന്നില്ല. ഇരുട്ട് വസിക്കുന്നവൻ അവൻ സ്വതവേ ആ ഇരുട്ടിലേക്ക് പോകുകയാണ്. ഹൃദയത്തിൽ ഇരുട്ടുള്ളവൻ, അത് പിശാചിനിടമുള്ളവൻ പിശാചിൻ്റെ രാജ്യത്തേക്ക് പോവുകയാണ്. ദൈവം നമ്മെ നശിപ്പിക്കുന്നവനല്ല, ദൈവം നമ്മെ ശിക്ഷിക്കുന്നവനല്ല, ദൈവം നമ്മെ തള്ളിക്കളയുന്നവനല്ല. ദൈവം നമ്മെ സ്നേഹത്തോടെ വാത്സല്യപൂർവ്വം വിളിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നവനാണ്. സ്നേഹം മാത്രമാണ്. യേശുക്രിസ്തു എൻ്റെ നരകവിധി ഒഴിവാക്കി എന്നുള്ള വാസ്തവമായ കാഴ്ചപ്പാട് കിട്ടുമ്പോഴാണ് സ്നേഹം വരുന്നത്. എന്നേക്കും ഞാൻ നരകത്തിലേക്ക് പോകേണ്ടവനായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ലാത്ത വിധത്തിൽ ഞാൻ നരകത്തിൽ വീഴേണ്ടവനായിരുന്നു. നരകത്തിൻ്റെ ആ ഭീകരമായ യാതനയിൽ ഞാൻ നിത്യതയോളം കഴിയേണ്ടവനായിരുന്നു. എൻ്റെ സ്വഭാവം നോക്കിയാൽ, എൻ്റെ പ്രകൃതം നോക്കിയാൽ, എൻ്റെ രക്തത്തിലുള്ളതായ രക്തഘടനയിലുള്ളതായ പാവപ്രവണത നോക്കിയാൽ ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ തിളക്കമുള്ള രാജ്യത്തിലെത്താൻ സാധ്യമല്ലാത്തവനാണ്. അങ്ങനെയുള്ള എന്നെ യേശുക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ ഞാൻ യേശുവിൻ്റെ വകയായി തീർന്നു. ഇതാണ് സാക്ഷാത്തായ വിശ്വാസം. യേശുക്രിസ്തു തൻ്റെ സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. യേശുക്രിസ്തു എന്നെ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ വകയായി തീർന്നു. യേശുവിൻ്റെ വകയായി തീർന്നതുകൊണ്ട് യേശുവിൻ്റെ രാജ്യത്തിൽ ഞാൻ എത്തിച്ചേരും. പോക്കറ്റിലൊരു പേനയുണ്ടെങ്കിൽ ഞാൻ പോകുന്നിടത്ത് ഈ പേന ചെല്ലും. ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയാണെങ്കിൽ യേശുവിൻ്റെ ഞാൻ ചെല്ലും. യേശുക്രിസ്തുവിൽ ഞാനാകണം. യേശുക്രിസ്തുവിൽ ഞാനാകണം. ഞാൻ യേശുക്രിസ്തുവിനായാൽ യേശുക്രിസ്തു എവിടെ പോകുന്നു അവിടെ ഉണ്ടായിരിക്കും. യേശുക്രിസ്തു സ്വർഗത്തിലാണ് ചെല്ലുന്നത്, അവിടെ ഞാൻ ഉണ്ടായിരിക്കും. യേശുക്രിസ്തു സ്വർഗത്തിൻ്റെ അധിപതിയാണ്, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് ഒരു കാരണവശാലും അർഹതയില്ലാത്ത സ്വർഗരാജ്യത്തിൽ എന്നെ എത്തിക്കുവാൻ, തന്നെ വെടിയുവാൻ നിത്യനായ ദൈവം തിരുമനസ്സായി. തൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിക്കുവാൻ വിട്ടുകൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയ കാര്യമാണ് ഈ പറയുന്നത്. ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് വന്നാൽ നാം സ്നേഹിച്ചു പോകും. നമ്മുടെ ഹൃദയത്തിൽ പിന്നെ ഒരു വിധത്തിലും നമ്മൾ സാത്താനിടം കൊടുക്കുകയില്ല. വിരുദ്ധ ചിന്തകൾ വരികയില്ല. ഈ എതിർ ചിന്തകൾ വരുന്നത് ക്രിസ്തുവിനുള്ള സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ വലിയ ഭാഗ്യമായി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അകത്തെ കണ്ണ് തുറന്ന് കിട്ടണം. അകത്തെ കണ്ണ് തുറന്ന് കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നമുക്ക് നമ്മുടെ ഒരു പരിമിതമായ അറിവുണ്ട്. അതല്ല പരിജ്ഞാനം എന്ന് പറയുന്നതല്ല. അത് ഒന്നുകൂടി ആഴത്തിലുള്ളൊരു അനുഭവമാണ്. അകത്തെ കണ്ണ് തുറന്ന് കിട്ടുക, അകക്കണ്ണ് തുറന്ന് കിട്ടുക, അകത്തെ കണ്ണ് തുറന്ന് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നാം വചനം കേൾക്കാൻ വരുന്നു. ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ വരുന്നത്, സംശയമില്ല. ആഗ്രഹമുണ്ട്, ഒരു ദാഹമുണ്ട്, വചനത്തോടൊരു ആകർഷണമുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. പക്ഷേ നാം പ്രകടമായ ചില പാവങ്ങൾ വിട്ടിട്ടുണ്ടായിരിക്കും. മദ്യപാനമെന്നോ കൊലപാതകമെന്നോ കവർച്ചയെന്നോ വ്യഭിചാരമെന്നോ അങ്ങനെയുള്ള എല്ലാ പ്രകടമായ പാവപ്രവൃത്തികളൊക്കെ വിട്ടു. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി നാം സത്യമായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ തോതിലുള്ള അളവ് കിട്ടിയിട്ടുണ്ട്. കാരണം പ്രകടമായ പാവങ്ങൾ കിട്ടാൻ തോന്നിയല്ലോ. മദ്യപാനം വിട്ടു, ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. മദ്യപാനം വിട്ടു. വീട്ടിൽ കലഹമില്ല, കലഹം വിട്ടു. വഴക്കില്ല, അത് മാറി. മാതാപിതാക്കൾ അനുസരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. പക്ഷേ നാം ഓരോരുത്തരും നാം തന്നെ അറിയാതെ നമ്മുടെ അകത്ത് ചില പാവങ്ങളുണ്ട്. ഇൻബോൺ നേച്ചർ, നമ്മുടെ ജന്മസിദ്ധമായ സ്വഭാവം, നമ്മുടെ പ്രകൃതി, ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ.
ഈ അകത്തെ മനുഷ്യൻ ഉള്ളിടത്തോളം ഇന്ന് ഒരു നുണ പറയുന്നില്ല, ഇന്ന് ആരെയും ചതിക്കുന്നില്ല, ഇന്ന് അരുതാത്ത കാര്യങ്ങൾക്ക് പോകുന്നില്ല. എങ്കിലും അതെല്ലാം അരുതാത്ത കാര്യങ്ങൾക്ക് പോകാൻ തക്കതായ ഒരു നേച്ചർ എന്നിലുണ്ട്. അത് നാം തിരിച്ചറിയണം. എൻ്റെ അകത്തങ്ങനെ നേച്ചറുണ്ട്. പാപത്തിന് വിധേയപ്പെട്ട് പോകാൻ പറ്റുന്നൊരു നേച്ചർ മീൻസ് ഒരു പ്രകൃതിയുണ്ട്, സ്വഭാവമുണ്ട്. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ വചനം കേട്ടു, പക്ഷേ എൻ്റെ അകത്ത് ഒരു ജന്മനായുള്ള ഇൻബോൺ നേച്ചർ എന്ന് പറയുന്നത് ജന്മനായുള്ള ഒരു പ്രകൃതിയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നത് അതൊരു ചെറിയ സ്റ്റെപ്പ് മാത്രമേ ആയുള്ളൂ. ഈ പ്രകൃതി രൂപാന്തരപ്പെട്ട് കിട്ടണം, രക്തഘടനയിൽ മാറ്റം വരണം. പുറമേയുള്ള ഘടനയിൽ മാറ്റമല്ല. രക്തം പരിശോധിച്ചാൽ അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഘടകങ്ങൾ, അത് അല്ല ഈ പറയുന്നത്. നമ്മുടെ രക്തഘടനയിൽ ആകമാനം നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് നമ്മുടെ മേൽ പകർന്നു വന്ന ആ രക്തത്തിൽ ആകമാനമുള്ളതായ ഒരു വലിയ ചേഞ്ച്, വലിയ ട്രാൻസ്ഫർമേഷൻ, വലിയൊരു രൂപാന്തരം നമുക്ക് സംഭവിക്കണം. ഇതെല്ലാം തരാനാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഇത് നാം തിരിച്ചറിയുമ്പോൾ, നാം അനുഭവിക്കുമ്പോൾ, അറിവല്ല അനുഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവം ചെയ്യാൻ സാധ്യത വന്നാലും പാവം ചെയ്യുകയില്ലെന്നുള്ള ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. തിന്മയിലേക്കുള്ള ചായ്വ് വന്നാലും ആ തിന്മയിലേക്ക് ഞാൻ ചാഞ്ഞു പോവുകയില്ലെന്നുള്ള ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. അങ്ങനെ നാം നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നു, നമ്മെ തന്നെ നാം അച്ചടക്കത്തിലാക്കുന്നു. അപ്പോഴാണ് നമുക്ക് നമ്മുടെ അകത്തെ മനുഷ്യനെ കാഴ്ച കിട്ടുന്നത്. ആ കാഴ്ച ക്രിസ്തു എനിക്ക് തന്ന മഹാഭാഗ്യമാണ്. യേശുക്രിസ്തു എനിക്ക് ക്രൂശിൽ മരിച്ചു, യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. അതെനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയിട്ടല്ല, അത് ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു. ഇതൊരനുഭവമാണ്. ആ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ അകത്തെ കണ്ണ് തുറന്നു. ഇന്ന് അനേകർക്ക് അകത്തെ കണ്ണ് തുറക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അകത്തെ കണ്ണ് തുറന്ന് കിട്ടിക്കഴിയുമ്പോഴാണ് നാം വാസ്തവത്തിൽ വിശ്വാസികളായിത്തീരുന്നത്. അപ്പോഴാണ് നാം ക്രിസ്ത്യാനികളായിത്തീരുന്നത്. ഇന്ന് നിർഭാഗ്യവശാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകം ആളുകളും ഈ അകത്തെ കണ്ണ് തുറന്ന് കിട്ടിയിട്ടില്ല. അല്ല, അത് പറയണ്ട. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ എത്രയോ ആളുകൾ വരുന്നു. എത്ര പേർക്കായി അകത്തെ കണ്ണ് തുറന്ന് കിട്ടിയിട്ടുള്ളത്? ഒരു വലിയ സ്നേഹം, ക്രൂശിലെ സ്നേഹം ആകർഷിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആകർഷിച്ച് കൊണ്ടുവന്ന് നമ്മുടെ അരികത്തേക്ക് വരുന്നുണ്ട്. അരികത്തേക്ക് ആ സ്നേഹം നമ്മളെ വശീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഒരു ആകർഷണ ശക്തിയുണ്ട്, ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആകർഷണ ശക്തിയുണ്ട്. നാം ഇന്ന് കർത്താവിൻ്റെ കൂട്ടായ്മയോട് അടുത്തടുത്ത് വരുന്നുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ഇനിയും വരേണ്ടതായൊരു കാര്യം അകത്തെ കണ്ണ് തുറന്ന് കിട്ടുക. പിശാച് ചെയ്യുന്ന തന്ത്രം നമ്മുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണ്. അതാണ് പിശാച് ചെയ്യുന്ന വലിയ തന്ത്രം. അതാണ് അന്ത്യക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു ചെയ്യുന്ന തന്ത്രം. നമുക്ക് സുബോധം നഷ്ടപ്പെടുത്തുന്നു. എന്താ സുബോധം വെച്ചാൽ ഈ പുറമെ കാണുന്നതല്ല, അകത്ത് ഒരു സുബോധം അത് നഷ്ടപ്പെടുത്തി കളയുന്നു. ആ അകത്തൊരു വെളിവ് കിട്ടുക എന്ന് പറയുന്നത് അതൊരു മിറക്കിൾ, അതൊരു വലിയൊരു അത്ഭുതമാണ്. അകത്തെ കണ്ണ് തുറന്ന് കിട്ടുക. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്? പരിഭവിച്ചിട്ട് കാര്യമില്ല. ഇച്ഛിക്കുന്നതിനാലുമല്ല, ഓടുന്നതിനാലുമല്ല. കാരണം തോന്നുന്നു ദൈവത്താലത്രയും സകലം സാധിക്കുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. എന്താ എല്ലാവർക്കും കൃപ കിട്ടാത്തത്? എനിക്കറിയാൻ പാടില്ല. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അതിനുള്ള പരിജ്ഞാനമില്ല. എന്തുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടാത്തത്? പലർക്കും കിട്ടുന്നില്ല. പലർക്കും ഈ അകത്തെ കണ്ണ് തുറന്ന് കിട്ടുക എന്നുള്ള ആ ആന്തരിക അനുഭവം കിട്ടുന്നില്ല. ഈ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും, എല്ലായിടത്തും. മനുഷ്യൻ്റെ സുബോധത്തെ ഇരുട്ടാക്കി കളയുന്ന ദുഷ്ടശക്തി അവനിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ നമ്മുടെ പറമ്പിൽ ഒരു ചെറിയൊരു കല്ല് കിടക്കുന്നു. ആ കല്ലെടുത്ത് മാറ്റിയാൽ ഉടനെ അതിൽ നിന്ന് ചില ചീവീടുകളോ ചില പ്രാണികൾ പുറത്തേക്ക് വരുന്നത് കാണാം. അത് ഓടുക. എന്തെങ്കിലും ഓടുന്നത്? എവിടെയെങ്കിലും ഒളിക്കാൻ ഓടുക. എവിടെയെങ്കിലും ഒളിക്കാനാണ് ഓടുന്നത്. ഇരുട്ടുള്ളിടത്തേക്ക് ഓടുകയാണ്, മറവുള്ളിടത്തേക്ക് ഓടുകയാണ്. എന്നതുപോലെ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഓടി മാറുകയാണ്. എവിടെയെങ്കിലും ഒളിക്കണം. അങ്ങനെയുള്ള ആ ഇരുട്ടിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് അനേകരും ഇരുളാണ്ട നരകത്തിലേക്ക് പോകുന്നത്, നരകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നാം ആരും നരകത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് തന്ന് ഈ വചനം നമുക്ക് തരുന്നത്. ക്രിസ്തു നമ്മെ നരകവിധിയിൽ നിന്ന് ഒഴിവാക്കാൻ
ക്രിസ്തു നമുക്ക് സ്വർഗം സ്വായത്തമാക്കുവാൻ നമുക്ക് തരുവാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ ക്രൂശിലെ തിരക്തം മൂലം നമുക്ക് സുബോധം കിട്ടുന്നു. അതുകൊണ്ട് നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടത്, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് വ്യാപരിക്കുന്നുണ്ടെങ്കിലും ആ ദുഷ്ടപിശാചിൻ്റെ ആത്മാക്കളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കെണിയിലും ചതിയിലും കുടുക്കിലും ഞാൻ വീഴാതിരിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനുള്ളതായ ഏകാഗ്രതയും നിർമ്മലതയും ഞാൻ പാലിക്കണം. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പാൻ വിവാഹം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 11 അധ്യായം 2 വാക്യം വായിച്ചേ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ ഞാൻ ഭയപ്പെടുന്നു. ഏകാഗ്രതയും നിർമ്മലതയും വേണം. ഏകാഗ്രതമായിട്ട് ഇതേ ശരണമെന്നായിരിക്കും നമ്മുടെ ചിന്ത. എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും, നാം കുളിക്കാൻ പോകുമ്പോഴും, അല്ല ഞാൻ ജോലിക്ക് പോകുമ്പോഴും, നാം കാർ ഓടിച്ചോ അല്ല ബൈക്ക് ഓടിച്ചോ അല്ല ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പോഴും, നാം ഓരോ ജോലി കാര്യങ്ങളെ നോക്കുമ്പോഴെല്ലാം എപ്പോഴും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടരുത്. ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ എന്ത് പറ്റും? വഷളായി പോകും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വഷളായി പോകും. വളരെ അപകടകരമാണ്. ക്രിസ്തുവിനുള്ളത് ഏകാഗ്രതയും നിർമ്മലതയും പോകരുത്. എപ്പോഴും നാം വളരെ ജാഗ്രത പാലിക്കണം. എന്താണ് എനിക്ക് കിട്ടിയ മഹാഭാഗ്യം, എനിക്ക് കിട്ടിയ സ്വർഗ സന്തോഷത്തിൻ്റെ സൗഭാഗ്യ സമ്പത്ത് എന്താണ് എന്ന് ഞാൻ തന്നെ അറിയണം. അത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ യേശുക്രിസ്തുവിനെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഏകാഗ്രതയോടെ ഞാൻ ഭജിക്കണം. ക്രിസ്തുവിനെ ഏകാഗ്രതയോടെ ധ്യാനിക്കണം. സാധിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ക്ലാസ്സിലെടുക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ പിള്ളേരുടെ ലെക്ചർ ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ബോർഡിൽ എഴുതുന്ന സമയത്തായിരിക്കും. അപ്പോഴെല്ലാം എനിക്ക് പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രയാസം തോന്നിയില്ല. അവിടെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നില്ല, കുരിശ് വരയ്ക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടായെന്ന്. അതൊരു മഹാഭാഗ്യമാണ്. ഞാൻ തികഞ്ഞവനായിട്ടല്ല ഈ പറയുന്നത്, പക്ഷേ അതൊരു മഹാഭാഗ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ക്രിസ്തുവിനുള്ളതായ ഏകാഗ്രത ഉണ്ടെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾ ചതിക്കുകയില്ല. എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ചതിക്കാൻ ഇടവരികയില്ല. സൂക്ഷിക്കണം. എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെടാതിരിക്കാൻ, അധർമ്മമൂർത്തിയായ എതിർക്രിസ്തു വരാതിരിക്കാൻ പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് തടുക്കുന്നതിന് ഉദ്ദേശമുണ്ട്. മുദ്ര നൽകിയ ഒരു കൂട്ടം ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പറക്കണം. എന്നിട്ടേ ഈ ദുഷ്ടശക്തി വരാവൂ. മുദ്രയേറ്റവർ പറക്കണം. 7-ാം അധ്യായം മുദ്രയെക്കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. വെളിപ്പാട് 7-ാം അധ്യായത്തിൽ മുദ്രയേറ്റവരെ, മുദ്ര വേണം. നമുക്ക് വേണം മുദ്ര. ദൈവത്തിന് സ്തോത്രം. ഒരു മുദ്ര വേണം. അത് വിസിബിളല്ല, എന്നുവെച്ചാൽ നേരെ കാണാവുന്നതല്ല. ഒരു അദൃശ്യ മുദ്ര നമുക്ക് വേണം. നമുക്ക് ഓരോരുത്തർക്കും അദൃശ്യമായൊരു മുദ്ര. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തുപെടട്ടെ. അത് ആർക്കും നോക്കിയാൽ കാണാൻ കിട്ടുകയില്ല മുദ്ര. പഴയ ചായ തന്നെ, പഴയ മുഖം തന്നെ, പഴയ കൈകാലുകൾ പഴയത് തന്നെ, എല്ലാം പഴയത് തന്നെ. പക്ഷേ നമ്മുടെ അകത്തൊരു മുദ്ര കിട്ടും. ആ മുദ്ര എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കൂ. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഒരു വലിയ അവകാശം നമുക്ക് തരാൻ പോവുക. സപ്പോസ് ഇതെങ്ങനെ സങ്കല്പിക്കുക, നമുക്ക് ലഭിക്കാൻ പോകുന്ന 1 കോടി രൂപ കിട്ടുക. നമ്മുടെ ഭൂമി കൊടുത്തിട്ടാ 1 കോടി രൂപ കിട്ടുന്നു. അപ്പോൾ ഈ 1 കോടി രൂപ കിട്ടുന്ന വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലും അപ്പോൾ അഡ്വാൻസായിട്ട് ഒരു 2 ലക്ഷം രൂപ തരുന്നു. വില 1 കോടി രൂപയുണ്ട്. പക്ഷേ അത് മുഴുവൻ തരണമെങ്കിൽ അത് ആ കൈമാറ്റം നടന്നു കഴിയണം. അതുവരെ ആ വാക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒരു തുക തരുന്നു. ഏണസ്റ്റ് മണി. ഒരു എന്താ പറയുന്നത്, അച്ചാരം തരുന്നു.
വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ചാരമായി തന്നിരിക്കുകയാണ് ഇപ്പോൾ. ആ അച്ചാരമായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമുക്ക് വചനം തന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടില്ല. വലിയൊരു മഹാസൗഭാഗ്യം നമുക്ക് കിട്ടാൻ പോവുകയാണ്. വലിയൊരു മഹാസൗഭാഗ്യം. സ്തോത്രം. നമുക്ക് ഇന്നൊരു ചെറിയ മധുരം കിട്ടി. ഇന്നൊരു ചെറിയ ഒരു രുചികരമായ ഒരു അനുഭവം കിട്ടി. ഏതോ ഒരു സമാധാനം കിട്ടി ഇല്ലേ? വചനം കേൾക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒരു സമാധാനം കിട്ടി. വചനം വായിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, വചനം കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, ഒരു സമാധാനം കിട്ടി. അത് ഒരു അച്ചാരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം. പരിശുദ്ധാത്മാവാകുന്ന അച്ചാരം നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു ഫോർ ടേസ്റ്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ ഒരു ഫോർ ടേസ്റ്റ്, മുൻകൂട്ടിയുള്ള രുചി. ഫോർ ടേസ്റ്റ് ഓഫ് ഹെവൻ നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും ഇല്ലേ? നിങ്ങൾക്ക് അനേകർക്ക് അനുഭവമല്ലേ? ദൈവത്തിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നു, വഴിതുപോലെല്ലാം ഇപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റായിട്ട് പ്രാർത്ഥന ചെയ്തു തുടങ്ങുന്നു, കുറച്ചുകൂടി കൃത്യമായിട്ട് റെഗുലറായിട്ട് വേദപുസ്തകം വായിക്കുന്നു, ഒരു മാനം മര്യാദയായിട്ട് നല്ല ജീവിക്കാൻ തോന്നുന്നു. ഉണ്ട്, ഒരു സുഖമുണ്ട്, ഒരു സമാധാനമുണ്ട്. പക്ഷേ അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ഇപ്പോൾ അതുകൊണ്ട് കുറ്റബോധം കിട്ടുന്നു. പല പാപങ്ങളും ഇത് പാപമാണെന്ന് മനസ്സിലാകുന്നു. മുമ്പ് പാപമാണെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും ഇതിൽ പാപമുണ്ടെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ കൂടുതൽ വെളിച്ചം കിട്ടിക്കിട്ട് വരുന്നു. വെളിച്ചം കൂടുതൽ കിട്ടി വരുന്തോറും നമ്മുടെ ആത്മാവിൽ പ്രകാശം കൂടി വരികയാണ്. അങ്ങനെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കുമ്പോൾ പിന്നീട് നാം കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മുഴുവനായി പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. മുഴുവനായി. ഇന്ന് ഒരു ഫോർട്ടേസ്റ്റ് കിട്ടി, ഒരു ചെറിയൊരു രുചി കിട്ടി, ചെറിയൊരു മധുരം കിട്ടി. ഇനി യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം തിരുസന്നിധിയിലേക്ക്, ആത്മലോകത്തേക്ക് നാം എടുക്കപ്പെടുമ്പോൾ, അപ്പോൾ അന്നാണ് നാം അറിയുന്നത് എന്തൊരു സൗഭാഗ്യം എനിക്ക് തന്നിരിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. എന്താ ഒന്നും ഭാവനയിൽ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റിയില്ല. ഒരു മനുഷ്യന് നിരൂപിക്കാൻ പറ്റാത്ത സൗഭാഗ്യമാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അച്ചാരമായി പരിശീലനം തരികയാണ് മുദ്ര. ഇനി ലഭിക്കാൻ പോകുന്നതോ നിത്യസമ്പത്ത്. അതെന്താണെന്ന് പോലും ഊഹിക്കാൻ പറ്റുകയില്ല. അതുപോലത്തെ മഹാസൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. ഇതെല്ലാം എങ്ങനെ അറിയും? വിശ്വാസത്താൽ. വിശ്വാസത്തിൽ അറിയും? അതിനാണ് വിശ്വാസം വേണ്ടത്. ഇതെല്ലാം വന്ന് മുട്ടുന്നത് എവിടെയാണെന്ന് അറിയാമോ? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൽ. ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ഇതെല്ലാം ഒത്തൊത്തു വരും, എല്ലാം ശരിയായിട്ട് വരും. അതിന് ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കണം. ഒരു ചെറിയ നീരസം വന്നാൽ മതി, ആത്മാവിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ആത്മീയം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. എടുക്കുവാതിലൂടെ കിടപ്പാൻ പോരാടുവീൻ. പലരും കിടക്കാൻ നോക്കും, കഴിയില്ല താനും. ആ വാതിൽ കണ്ടെത്തുന്നവർ തന്നെ ചുരുക്കമാണ്. രക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് പോകുന്ന വാതിൽ കണ്ടെത്താൻ തന്നെ വിഷമമാണ്. കണ്ടെത്തുന്നവർ ചുരുക്കം അത്രയും എന്നാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. വളരെ ചുരുക്കമേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകളെ വാതിൽ കണ്ടെത്തുന്നുള്ളൂ. മനുഷ്യൻ തപ്പി നടക്കുന്നുണ്ട്, ഏതാ വാതിലത്. അപ്പോഴാണ് ഒരു നല്ല വിശാലമായ വാതിൽ കണ്ടു, വിശാലമായ വഴി കണ്ടു പോകുന്നു. അത് ലോകത്തിലേക്കുള്ള വഴിയാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. മനുഷ്യനെല്ലാം അതിലൂടെ പോകുന്നു. പക്ഷേ അതിൽ അപൂർവം പേര് ഈ ഇടുക്കുവാതിൽ കണ്ടെത്തി. ഇടുക്കുവാതിലാണ്, കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഇടുക്കുവാതിൽ കണ്ടെത്തി. അത് കണ്ടെത്തി. പക്ഷേ കണ്ടെത്തിയാലും ഫലമില്ല. കണ്ടെത്തിയെങ്കിലും കടക്കണമെങ്കിൽ പോരാടണം. വലിയൊരു പോരാട്ടമാണ്.